Today we will discuss some problem to find the radius of convergence. The question is, determine the radius of convergence of the following power series. First one, sigma k equal to 0 to infinity k raised to 5 by k plus 1 factorial into x raised to k. Second one, sigma n equal to 1 to infinity n raised to n into x raised to n divided by 2n plus 1 all raised to n. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമ്മുടെ ആർ എന്ന് പറയുന്നതാണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതാണല്ലേ റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എ കെ, ഇവിടെ കെ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എ കെ എന്ന് പറഞ്ഞതാണ് എടുക്കാം. ഹിയർ എ കെ ഈക്വൽ ടു, ഇവിടെ എന്താ എ കെ റൈസ് ടു 5 ബൈ k plus 1 factorial. ak plus 1 രണ്ട് റൂള് ഉണ്ട്, അതിൽ ഏത് റൂള് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ റേഷ്യോ ടെസ്റ്റ് ആണെങ്കിൽ എളുപ്പം അത് ചെയ്യാം, റൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഇവിടെ റേഷ്യോ ടെസ്റ്റ് എളുപ്പം എന്നാ തോന്നുന്നത്. ഇനി ak plus 1 എന്ന് വരും k plus 1 all raised to 5 divided by k plus 1 plus 1. അപ്പൊ k plus 2 ഫാക്ടോറിയൽ. ഇനി അതിന്റെ റേഷ്യോ കണ്ട് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ കെ പ്ലസ് 1 ബൈ എ കെ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1 ഓൾ റേസ് ടു 5 into k plus 1 factorial divided by k plus 2 factorial into k raised to 5. അപ്പൊ ഏതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പൊ അത് ഫാക്ടോറിയലില് കുറച്ച് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. ഇതിന്റെ മോഡുലസ് എടുക്കുന്ന ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്കിനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ കെ പ്ലസ് 1 ഓൾ റേസ് ടു 5 എന്ന് പറഞ്ഞ ടൈമിൽ നമുക്ക് കെ റേസ് ടു 5 കോമൺ ആയിട്ട് എടുക്കാം. കെ റേസ് ടു 5 ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ബാക്കി വരും 1 പ്ലസ് 1 ബൈ കെ ഓൾ റേസ് ടു 5. ഇനി ഇവിടെ കെ പ്ലസ് 1 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതാം. ഡിവൈഡ് ബൈ കെ പ്ലസ് 2 ഫാക്ടോറിയൽ നമുക്ക് കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 2 എന്ന് എഴുതാലോ. പിന്നെ ഇത് കെ റൈസ് ടു 5. ഇനി ഏതൊക്കെ കട്ട് ചെയ്തു പോകും? കെ പ്ലസ് 1 ഫാക്ടോറിയലും കെ പ്ലസ് 1 ഫാക്ടോറിയലും കട്ട് ചെയ്തു. കെ റൈസ് ടു 5ഉം കെ റൈസ് ടു 5ഉം കട്ട് ചെയ്തു. ബാക്കി ഇത്രയേ ഉള്ളൂ അല്ലേ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ കെ ഓൾ റേസ് ടു 5 divided by k plus 2. അപ്പൊ നമുക്ക് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റിന്റെ രണ്ട് പ്രൊഡക്റ്റിന്റെ ലിമിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. എന്ന് വെച്ചാല് ലിമിറ്റ് k tends to infinity 1 plus 1 by k all raised to 5 into limit k tends to infinity 1 by k plus 2 എന്ന് എഴുതിക്കൂട്ടെ. ഇതിനെ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇനി എന്ത് വരും? ഫസ്റ്റത്തെ ലിമിറ്റ് എന്താ? k tends to infinity ആണെങ്കിൽ ഈ ടൈം 0 ആയി, ബാക്കി 1 മാത്രമേ ഉള്ളൂ. 1 വന്നു. ഇനി ഇവിടെ k ടെൻസ് ടു ഇൻഫിനിറ്റി ആയ 1 ബൈ ഇൻഫിനിറ്റി 0, 1 ഇൻറ്റു 0 0 എന്ന് വന്നു. അപ്പൊ ഹിയർ എൽ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഹിയർ എൽ ഈക്വൽ ടു 0, സോ ആർ ഈക്വൽ ടു 1 ബൈ എൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പൊ ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് എത്രയുടെ? Radius of convergence is infinite.
അതിനർത്ഥം എന്താ? റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നതിനർത്ഥം ദ സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എ എൻ എന്ന് പറയുന്നത് എന്താന്ന് എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ എൻ എന്ന് പറയുന്നത് എന്താ? എ എൻ ഈക്വൽ ടു എൻ റേസ് ടു എൻ ബൈ 2n പ്ലസ് 1 ഓർ റേസ് ടു എൻ ആണ്. ഇവിടെ നമുക്ക് എ എൻ പ്ലസ് 1 എടുക്കുന്നതിന് പകരം ഞാൻ നമ്മുടെ റൂട്ട് ടെസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പോകും. അപ്പൊ മോഡ് എ എൻ റേസ് ടു 1 ബൈ എൻ എടുക്കാം. എന്ത് വരും? രണ്ടിന്റെയും പവർ എൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അല്ലെ. രണ്ടിന്റെ പവർ എൻ. അപ്പം എ എൻ റേസ് ടു 1 ബൈ എൻ എടുക്കുമ്പോൾ ആ രണ്ട് എന്നും ക്യാൻസൽ ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബൈ 2n പ്ലസ് 1 ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അതിന്റെ ലിമിറ്റ് എടുക്കാം. Therefore ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് n റേസ് ടു 1 ബൈ n which is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ 2n പ്ലസ് 1. ഇതിൽ നമുക്ക് n കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്തോളേ. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n ഇവിടെ മേലെ താഴെയും കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ 1 ബൈ 2 പ്ലസ് 1 ബൈ n കട്ട് ചെയ്തു. ഇനി ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? 1 ബൈ ഇവിടെ 1 ബൈ n 0 ആവും. 1 ബൈ ഇൻഫിനിറ്റി വരില്ലേ? അപ്പൊ 1 ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ ഈ ടൈം അതിന്റെ ലിമിറ്റ് 0 ആവും. അപ്പൊ നമുക്ക് കിട്ടുക 1 ബൈ 2 ആണ്. അപ്പൊ ഹെൻസ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് എത്ര വരും? ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ റോ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് അല്ലെ. അപ്പൊ ഹിയർ റോ ഈക്വൽ ടു 1 ബൈ 2. സോ ആർ ഈക്വൽ ടു 2. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ 2. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് എടുക്കുന്നത് അല്ലെ. 1 ബൈ റോ which is equal to 1 by 1 by 2 which is equal to 2. അപ്പോൾ റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് പവർ സീരീസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എന്താ പറയാം? 2 ആണെന്ന് പറയാം. ഹെൻസ് ബൈ നിങ്ങൾ ടെസ്റ്റ് എഴുതുന്നു ഏത് ടെസ്റ്റാ യൂസ് ചെയ്തതെന്ന് കേട്ടോ. ഹെൻസ് ബൈ റൂട്ട് ടെസ്റ്റ് the radius of convergence of the given series is 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുന്നത്.